നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ആത്മീയത എന്നത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ആ രാജ്യത്തെ രാജാവിന് 3 മക്കളായിരുന്നു. 3 പേരിൽ ആരെ അടുത്ത രാജാവാക്കണം എന്ന ചോദ്യത്തിന് രാജഗുരു ഒരു ഉപായം രാജാവിന് പറഞ്ഞു കൊടുത്തു. മക്കളെ വിളിച്ച് രാജാവ് പറഞ്ഞു, രാജ്യത്തെ ഏറ്റവും നല്ല ആത്മീയ മനുഷ്യനെ കണ്ടെത്തുക. ഒന്നാമനൊരു മതപണ്ഡിതനെ കൊണ്ടുവന്നു. മതഗ്രന്ഥങ്ങളെല്ലാം അദ്ദേഹത്തിന് മനഃപ്പാടമാണ്. രാജാവ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. രണ്ടാമനൊരു താപസനെ കൊണ്ടുവന്നു. എന്നും ധ്യാനവും പ്രാർത്ഥനയുമായി കഴിയുന്ന ആളാണ് താപസൻ. രാജാവ് അയാളെയും സ്വീകരിച്ചു. മൂന്നാമൻ ദരിദ്രനായ ഒരു വഴിപോക്കനെയാണ് കൊണ്ടുവന്നത്. രാജാവ് അയാളോട് ചോദിച്ചു, എന്ത് ആത്മീയ കാര്യമാണ് താങ്കൾ ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, പ്രാർത്ഥനകളും അറിയില്ല. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകും. ആരെങ്കിലും വഴിയിൽ വീണുകിടന്നാൽ അയാളെ വൈദ്യരുടെ അടുത്തെത്തിക്കും. എന്നെ കൊണ്ടാകുന്നത് പോലെ വയ്യാത്തവരെ ശുശ്രൂഷിക്കും. മികച്ച ആത്മീയ മനുഷ്യനാകാനുള്ള സമ്മാനം രാജാവ് അദ്ദേഹത്തിന് നൽകി. തന്റെ മൂന്നാമത്തെ മകന് രാജ്യാവകാശവും. ആത്മീയ വഴി എന്നൊരു പ്രത്യേക വഴിയൊന്നുമില്ല. കടന്നുപോകുന്ന ദിനങ്ങളിലെല്ലാം ആത്മീയതയെ രൂപപ്പെടുത്താം. ഒന്നിൽ നിന്നും ഓടി രക്ഷപ്പെട്ടിട്ടല്ല ആത്മീയത കൈവരിക്കേണ്ടത്. എന്തിലാണോ വശീകരിക്കപ്പെടാൻ സാധ്യതയുള്ളത് അവിടെ തന്നെ നിലനിന്നുകൊണ്ട് തന്നെ അതിനെ അതിജീവിക്കണം. ആത്മീയത ആത്മനിയന്ത്രണമാണ്, ഒളിച്ചോട്ടമല്ല. ദൈവത്തെ കണ്ടെത്തലാണ് ലക്ഷ്യമെങ്കിൽ മാർഗം സഹജീവിയെ മനസ്സിലാക്കുക എന്നതാണ്. അതുതന്നെയാണ് ആത്മീയ കർമ്മവും. നമുക്കും ആത്മീയതയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കാം. ശുഭദിനം.